എന്നാലും നിനക്ക് ഈ അവസ്ഥ വന്നല്ലോ. എല്ലാവരോടും പറയാൻ തന്നെ എനിക്കങ്ങ് നാണക്കേടാ. ഇപ്പം എൻ്റെ മോൻ്റെ ഭാര്യയ്ക്ക് സിസേറിയൻ ആയെന്ന് ഇപ്പം ഞാൻ എങ്ങനെ എല്ലാവരോടും പറയുക? ചോദിക്കുന്നത് അവരോടൊക്കെ തല കുനിച്ചാണ് ഞാൻ പറയുന്നത് സിസേറിയനാന്ന്. അതെങ്ങനെ പ്രസവ സമയത്ത് നിന്നോടാവുന്ന പറഞ്ഞത് ഓരോ പണിയെടുക്കുമെന്ന്. ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ ഡോക്ടർ. പിന്നെ ഏത് നേരവും മുറി കയറി അടച്ചിരിപ്പായി. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഇപ്പോൾ സിസേറിയൻ വന്നത്. ഇപ്പം എൻ്റെ മോൻ്റെ വിധി, അല്ലാതെ ഇപ്പം ഞാനെന്തോ പറയാനാ? അതെങ്ങനെ? ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാണെങ്കിൽ നൊന്ത് പ്രസവിക്കണം, അല്ലാണ്ട് കത്തി വെച്ച് കീറി കൊച്ചിനെ പുറത്തെടുത്തോണ്ട് ഇതൊന്നും അറിയത്തില്ല. സുഖപ്രസവമാണെങ്കിൽ കൊച്ചും അമ്മയുമായിട്ട് ആ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എന്തുവാ വേദനയൊന്നും അറിയാതെ ഒരു കൊച്ചിനെ കൈ കിട്ടിയതല്ലേ, അത് അത്രക്കുള്ള ബന്ധമേ കാണുള്ളൂ. ഇപ്പം എന്തോ ചെയ്യാനാന്ന് പറ. എൻ്റെ മോനിപ്പോൾ ഈ വിധി വന്നു പോയില്ലേ. ഇപ്പം ഞങ്ങൾക്ക് എന്തോരം നല്ല ആലോചനക്കാർ വന്നതാ. ഇപ്പം എൻ്റെ മോന് വന്നൊരു ആലോചനയാ അമേരിക്കക്കാരി ഒരു കൊച്ചിൻ്റെ. അവളാണ് ഇപ്പോൾ 2 പ്രസവിച്ചു, 2 സുഖപ്രസവം. ഒരു കുഴപ്പമില്ല. അവരൊക്കെ ഇതൊക്കെ അറിയുമ്പോൾ എൻ്റെ മോൻ ഞങ്ങൾ വേറെ ബന്ധങ്ങൾ തിരക്കി പോയോണ്ടാ ഇപ്പോൾ ഇങ്ങനൊരു ബന്ധം കിട്ടിയെന്നല്ലേ പറയുള്ളൂ. സിസേറിയനൊന്നും വേണ്ടായിരുന്നു. കുറച്ച് നേരം ഇവിടെ ഒന്ന് വേദന ഒന്ന് സഹിച്ചിരുന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ചെന്ന ഉടനെ വേദന സഹിക്കാൻ പറ്റാണ്ട് അങ്ങനെ അങ്ങ് സിസേറിയൻ ചെയ്തു പറഞ്ഞ് കാണും. അപ്പോൾ ഞങ്ങളല്ലല്ലോ നോക്കിയത്. നീ 8ാം മാസമായപ്പോൾ നിൻ്റെ വീട്ടിൽ പോയി. പിന്നെ നിൻ്റെ വീട്ടുകാർ പറഞ്ഞു കാണും സിസേറിയൻ മതി, വേദന സഹിക്കേണ്ട. അത് നിൻ്റെ അമ്മയ്ക്കൊക്കെ എന്താ പറയുക, മോള് കിടന്ന് കരയുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു കാണും എന്നാൽ അങ്ങ് സിസേറിയൻ ചെയ്തോളാൻ. ഞങ്ങളോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. അതിപ്പോൾ രാത്രിയാന്ന് പറഞ്ഞാൽ എന്താ, രാത്രി ഇപ്പോൾ വേദന വന്നു ആശുപത്രി പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒന്ന് വിളിച്ചറിയിക്കാം. സിസേറിയന് ഡോക്ടർ പറഞ്ഞു എന്നൊന്ന് പറയാമായിരുന്നു. ഈ ചതി എന്തായാലും ഞങ്ങളോട് വേണ്ടായിരുന്നു. ഇനി എൻ്റെ മോമ്മയുടെ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ. എന്നാലും ഒരു പെണ്ണാണെങ്കിൽ ശരിക്കും ഒരു സുഖപ്രസവം വേണം, അല്ലാതെ സിസേറിയൻ ചെയ്താവൊന്നും അത്ര നല്ല കാര്യമൊന്നുമല്ല. ഒരു പെണ്ണായിട്ടിരിക്കണമെങ്കിൽ സുഖപ്രസവം തന്നെ വേണം. ഇനി ജീവിതകാലം മുഴുവൻ ഈ നടുവേദന മാറുമോ? വല്ലോ ശരിക്കും ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ? എൻ്റെ മോന് ഈ വിധി വന്നല്ലോ. എന്നാലും ഇത് വേണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തൊന്നും ആർക്കും സിസേറിയൻ ഇല്ല. ഞങ്ങളുടെ കുടുംബത്ത് നീയാണ് ആദ്യത്തെ സിസേറിയൻ. ഇന്ന് ഞങ്ങൾക്ക് അതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അമ്മാമ്മയൊക്കെ കേട്ടപ്പം മുതൽ നെഞ്ചത്തടിയും ബഹളമാണ്. എന്തോ ചെയ്യാനാന്ന് പറ. ഇപ്പം വന്ന് അതും പറഞ്ഞിരിക്കുന്നില്ല. ഞാൻ കൊച്ചിനെ ഒന്ന് കാണാൻ വന്നതാ. എൻ്റെ ചെറുക്കൻ്റെ കൊച്ചിവിടെ കിടക്കുമ്പോൾ എനിക്ക് അവിടെ ഇരുന്ന സമാധാനം കിട്ടുമോ? 28 കഴിഞ്ഞാൽ പിറ്റേ ദിവസം അങ്ങ് കൊണ്ടുപോകണം. 6 മാസം അത് നിന്നെ നോക്കാൻ അവിടെ ആരെങ്കിലും നിർത്തിയാൽ പോരെ. ഇപ്പോൾ എൻ്റെ ചെറുക്കൻ്റെ കൊച്ചി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രസവമൊക്കെ ആയിരുന്നെങ്കിൽ 3 മാസമൊക്കെ കഴിയുമ്പോൾ കൊണ്ടുപോയി. ഇപ്പോൾ സിസേറിയൻ ആയതുകൊണ്ട് 6 മാസം കഴിഞ്ഞല്ലേ നിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ കൊച്ചിനെ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. 6 മാസമൊക്കെ എൻ്റെ ചെറുക്കൻ്റെ കൊച്ചി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇനിയെങ്കിലും പറയാം, മേലല്ലെങ്കിൽ പണിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പോട്ടെ, എന്തായാലും ഞാൻ നിർത്തി, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നിന്നെ നോക്കാൻ ആരെങ്കിലും അവിടെ നിർത്തിയാൽ പോരെ. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തോ ഇനി പണി പ്രസവമാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. സിസേറിയൻകാരെ എന്തോ നോക്കാനാ? വന്ന് ശരി, ഞങ്ങളെന്ന് ഇറങ്ങുമോ? കൊച്ചിനെ ഒന്ന് കണ്ട്, കുഞ്ഞിനെ അന്ന് ആശുപത്രി കണ്ടിട്ട് പോയി. എനിക്ക് കുഞ്ഞിനെ കാണാതെ അവിടെ ചെന്നിരിക്കുമ്പോൾ അങ്ങ് നെഞ്ചിലങ്ങ് എല്ലാവരും എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാനും കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ ഒന്ന് കേൾക്കാൻ. എന്നാൽ ഞങ്ങളെന്നാൽ അങ്ങോട്ട് ഇറങ്ങുക. എന്നാൽ വാവേ, അച്ചമ്മ പോട്ടെ. പെട്ടെന്ന് വന്നു. അച്ചമ്മ അവിടെ നോക്കിയിരിക്കും കേട്ടോ. മോൻ്റെ വീട് ഇതല്ല, അവിടെ അവിടെ മോൻ്റെ വീട്. അച്ഛനൊക്കെ അവിടെ ഇരിക്കും കേട്ടോ. മക്കള് വേഗം വാ. ഇതാ അച്ചമ്മ കേട്ടോ. ഞാനാ മോൻ്റെ അച്ചമ്മ കണ്ടോ. വേഗം വീട്ടിലോട്ട് വരണം കേട്ടോ. അച്ചമ്മ നോക്കിയിരിക്കുവേ. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുക. ശരീരമൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ വന്നതെന്നും പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ലല്ലോ. എന്തായാലും നീ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടറിഞ്ഞ് ചെയ്യുക. പിന്നെ ശരീരമൊന്നും അധികം ഇതാക്കണ്ട. പിന്നെ ജീവിതകാലം മുഴുവൻ ആ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കൃത്യം ഡോക്ടർ പറയുന്നതൊക്കെ കേട്ട് മരുന്നൊക്കെ കഴിച്ചിരിക്കുക. ശരി, ഞങ്ങളങ്ങോട്ട് ഇറങ്ങുമോ? 28 കെട്ടിൻ്റെ